ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തരിക്കഞ്ഞി ഇഷ്ടമില്ലാത്തവരൊക്കെ ഇനി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. കാഷ്യൂ ഒരു പകുതി ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റേസിൻസ് ഇട്ട് കൊടുക്കാം. റേസിൻസ് ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും വീണ്ടും ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ചെറിയുള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ നെയ്യിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്നും മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റവ നെയ്യിൽ കിടന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് റവ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ തരിക്കഞ്ഞിക്ക് ഉണ്ടാകുക. ഏകദേശം കുറഞ്ഞ സമയം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി, അധിക സമയം ഒന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിന് 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലിന് പകരമായിട്ട് പാൽ ചേർക്കാം, പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ തരിക്കഞ്ഞിക്ക്. ഇനി റവ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പകുതി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് റവയിലെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം നമ്മളിത് പാലിലൊന്നും ചേർത്തിട്ടില്ല, തേങ്ങാപ്പാൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒരു റിച്ച്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂവും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഈ തരിക്കഞ്ഞി, ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാകുക, അധികം കട്ടിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുടിക്കുമ്പോഴാണ് തരിക്കഞ്ഞിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇനി ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തരിക്കഞ്ഞി ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്